11/5/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ കുട്ടികളായ നിങ്ങളെ തനിക്ക് സമാനം മഹിമായോഗ്യം ആക്കുവാൻ വന്നിരിക്കുന്നു. ബാബയുടെ മഹിമ എന്താണോ അത് ഇപ്പോൾ നിങ്ങൾ ധാരണ ചെയ്യുന്നു. ചോദ്യം: ഭക്തി മാർഗത്തിൽ പരമാത്മാവാകുന്ന പ്രിയതമനെ പൂർണ്ണമായും അറിയുന്നില്ലെങ്കിൽ പോലും ഏതൊരു വാക്ക് വളരെ സ്നേഹത്തോടെ പറയുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു? ഉത്തരം: ഹേ പ്രിയതമനെ, നീ വരുമ്പോൾ നമ്മൾ കേവലം അങ്ങയെ തന്നെ ഓർമ്മിക്കും. മറ്റെല്ലാത്തിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി അങ്ങുമായി യോജിപ്പിക്കും എന്ന് വളരെ സ്നേഹത്തോടെ പറയുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, ഞാൻ വന്നിരിക്കുകയാണ്, അതിനാൽ ദേഹി അഭിമാനി ആകൂ. നിങ്ങളുടെ ആദ്യത്തെ കടമയാണ് സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കണം. ഓം ശാന്തി. മധുരമധുരമായ ജീവാത്മാക്കൾക്ക് ശരീരം ലോണായി സ്വീകരിച്ചിരിക്കുന്ന പരംപിത പരമാത്മാവിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഞാൻ സാധാരണ വൃദ്ധ ശരീരത്തിൽ വന്ന് വളരെയധികം കുട്ടികളെ പഠിപ്പിക്കുന്നു. ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണരായ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്. തീർച്ചയായും മുഖത്തിലൂടെ തന്നെയായിരിക്കും മനസ്സിലാക്കിക്കുക, മറ്റാരെയും മനസ്സിലാക്കിക്കുകയില്ല. പറയുന്നു, കുട്ടികളെ, നിങ്ങൾ എന്നെ ഭക്തി മാർഗത്തിൽ ഹേ പതീത പാവന എന്ന് വിളിച്ചു വന്നു. വിശേഷിച്ച് ഭാരതത്തിലും പൊതുവായി ലോകത്തിലും എല്ലാവരും വിളിക്കുന്നു. ഭാരതം തന്നെയാണ് പാവനം ആയിരുന്നത്, ബാക്കി എല്ലാവരും ശാന്തിധാമത്തിൽ ആയിരുന്നു. കുട്ടികൾ ഇത് സ്മൃതിയിൽ വെക്കണം. സത്യയുഗവും ത്രേതായും എന്ന് ഏതിനെയാണ് പറയുന്നത്? ദ്വാപര കലിയുഗം എന്ന് ഏതിനെയാണ് പറയുന്നത്? അതിൽ ആരെല്ലാമാണ് രാജ്യം ഭരിച്ചിരുന്നത്? നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ നോളജുമുണ്ട്. ബാബയ്ക്ക് രചനയുടെ ആദ്യം മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുണ്ട്. അതുപോലെ നിങ്ങളുടെ ബുദ്ധിയിലുമുണ്ട്. ബാബ ഏതൊരു ജ്ഞാനം നൽകുന്നുവോ അത് കുട്ടികളിലും തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ വന്ന് കുട്ടികളെ തനിക്ക് സമാനം ആക്കി മാറ്റുന്നു. ബാബയ്ക്ക് എത്ര മഹിമയുണ്ടോ അത്രയും കുട്ടികൾക്കുണ്ട്. ബാബ കുട്ടികളെ കൂടുതൽ മഹിമയുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു. എപ്പോഴും മനസ്സിലാക്കൂ, ശിവ് ബാബ ഇദ്ദേഹത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ആത്മാവ് തന്നെയാണ് അന്യോന്യം സംസാരിക്കുന്നത്. എന്നാൽ മനുഷ്യർ ദേഹാഭിമാനി ആയത് കാരണം ഇന്നയാളാണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ ചെയ്യുന്നതെല്ലാം ആത്മാവാണ്. ആത്മാവ് തന്നെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. ദേഹി അഭിമാനിയാകണം. ഓരോ നിമിഷവും സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കണം. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കാത്തത് വരെയും ബാബയെയും ഓർമ്മിക്കുവാൻ സാധിക്കില്ല, മറന്നു പോകുന്നു. നിങ്ങൾ ആരുടെ കുട്ടികളാണ് എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ് എന്ന് പറയുന്നു. വിസിറ്റേഴ്സ് ബുക്കിലും എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ പിതാവ് ആരാണ്? അപ്പോൾ ഉടൻ ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെഴുതും. ശരി, ഇപ്പോൾ ദേഹിയുടെ പിതാവിൻ്റെ പേര് പറയൂ. അപ്പോൾ ചിലർ കൃഷ്ണൻ്റെയും ചിലർ ഹനുമാന്റെയും പേരെഴുതും, അല്ലെങ്കിൽ എഴുതും എനിക്കറിയില്ല. നിങ്ങൾ ലൗകിക പിതാവിനെ അറിയുന്നുണ്ട്. ആരെയാണോ നിങ്ങൾ എപ്പോഴും ദുഃഖത്തിൽ ഓർമ്മിക്കുന്നത് ആ പാരലൗകിക പിതാവിനെ അറിയുന്നില്ല. ഹേ ഭഗവാനെ ദയവ് കാണിക്കൂ എന്ന് പറയുന്നുമുണ്ട്. ഹേ ഭഗവാനെ ഒരു കുട്ടിയെ തരൂ എന്ന് യാചിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബാബ തീർത്തും സഹജമായ കാര്യം പറഞ്ഞു തരുന്നു. നിങ്ങൾ ദേഹാഭിമാനത്തിൽ വളരെയധികം ഇരിക്കുന്നു. അതിനാൽ ബാബയുടെ സമ്പത്തിൻ്റെ ലഹരി കയറുന്നില്ല. നിങ്ങൾക്ക് വളരെയധികം ലഹരി കയറേണ്ടതാണ്. ഭക്തി ചെയ്യുന്നത് തന്നെ ഭഗവാനുമായി കണ്ടുമുട്ടുന്നതിന് വേണ്ടിയാണ്. യജ്ഞം, തപം, ദാനപുണ്യങ്ങൾ തുടങ്ങിയവ ചെയ്യുക, ഇതെല്ലാം ഭക്തിയാണ്. എല്ലാവരും
ഒരേ ഒരു ഭഗവാനെ ഓർമ്മിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ പതിമാരുടെയും പതിയാണ്, പിതാക്കന്മാരുടെയും പിതാവാണ്. എല്ലാവരും പിതാവാകുന്ന ഭഗവാനെ തീർച്ചയായും ഓർമ്മിക്കുന്നു. ആത്മാക്കൾ തന്നെയാണ് ഓർമ്മിക്കുന്നത്. പറയുന്നുമുണ്ട്, ഭൃഗുടിയുടെ മധ്യത്തിൽ തിളങ്ങുന്നുണ്ട് അത്ഭുത നക്ഷത്രം. പക്ഷേ ഇത് അറിവില്ലാതെ വെറുതെ പറയുകയാണ്. രഹസ്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ ആത്മാവിനെ തന്നെ അറിയുന്നില്ല. അപ്പോൾ ആത്മാവിൻ്റെ പിതാവിനെ എങ്ങനെ അറിയാൻ സാധിക്കും? സാക്ഷാത്കാരം ഉണ്ടാകുന്നു ഭക്തി മാർഗത്തിൽ ഉള്ളവർക്ക്. ഭക്തി മാർഗത്തിൽ പൂജിക്കുന്നതിന് വേണ്ടി വലിയ വലിയ ലിംഗം വയ്ക്കുന്നു. കാരണം അഥവാ ബിന്ദുവിൻ്റെ രൂപമാണ് കാണിക്കുന്നതെങ്കിൽ ഒന്നും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഇതാണ് മഹീനമായ കാര്യം. പരമാത്മാവിനെ അഖണ്ഡ ജ്യോതി സ്വരൂപം എന്ന് പറയുന്നു. മനുഷ്യർ പറയുന്നു, ആ ഒന്നിൻ്റെ രൂപം വളരെ വലുതാണ്. ബ്രഹ്മസമാജി മഠത്തിലുള്ളവർ ജ്യോതിയെ പരമാത്മാവായി പറയുന്നു. പരംപിത പരമാത്മാവ് ബിന്ദുവാണ് എന്നത് ലോകത്തിൽ ആർക്കും തന്നെ അറിയില്ല. അതിനാൽ കുഴങ്ങിപ്പോയിരിക്കുകയാണ്. കുട്ടികളും പറയുന്നു, ബാബ എന്തിനെയാണ് ഓർമ്മിക്കേണ്ടത്? ആ ഒന്ന് വലിയ ലിംഗമാണ് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ ഒന്നാണ് ഓർമ്മിക്കപ്പെടുന്നത്. ഇപ്പോൾ ബിന്ദുവിനെ എങ്ങനെ ഓർമ്മിക്കും? ആത്മാവായ നിങ്ങളും ബിന്ദുവാണ്, ബാബയും ബിന്ദുവാണ്. ആത്മാവിനെ വിളിക്കുന്നു. അത് തീർച്ചയായും ഇവിടെ തന്നെ വന്ന് ഇരിക്കും. ഭക്തിമാർഗത്തിലും സാക്ഷാത്കാരവും മറ്റും ഉണ്ടാകുന്നു. ഇതെല്ലാം ഭക്തിയാണ്. ഭക്തിയും ഒരാളുടേതല്ല ചെയ്യുന്നത്. വളരെ പേരെ ഭഗവാനാക്കിയിരിക്കുന്നു. ഭക്തർ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ ഭഗവാൻ എന്നെങ്ങനെ പറയും? അഥവാ പരമാത്മാവ് സർവവ്യാപിയാണ് എന്ന് പറയുന്നു എങ്കിൽ പിന്നെ ആരുടെ ഭക്തിയാണ് ചെയ്യുന്നത്? അതും ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ഭക്തി ചെയ്യുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, നമുക്ക് അനേകം വർഷം ജീവിക്കണം എന്ന് മനസ്സിലാക്കരുത്. ഇപ്പോൾ സമയം വളരെ സമീപം ആയിക്കൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യിക്കേണ്ടതുണ്ട് എന്ന നിശ്ചയം വെക്കണം. ബാബ സ്വയം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിലൂടെ നിങ്ങൾക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം പറഞ്ഞു തരുന്നു. ബ്രഹ്മാവിലൂടെ സ്ഥാപന എന്ന് പാടുന്നുമുണ്ട്. പുതിയ ലോകത്തെ വിഷ്ണുപുരി എന്ന് പറയുന്നു. അതായത് വിഷ്ണുവിൻ്റെ 2 രൂപമാണ് രാജ്യം ഭരിച്ചിരുന്നത്. ഇതും അറിയുന്നില്ല. വിഷ്ണു ആരാണ് എന്നത് ആർക്കും അറിയില്ല. നിങ്ങൾക്കറിയാം, ഈ ബ്രഹ്മ സരസ്വതി തന്നെയാണ് പിന്നെ വിഷ്ണുവിൻ്റെ 2 രൂപമായ ലക്ഷ്മി നാരായണനായി പാലന ചെയ്യുന്നത്. ബ്രഹ്മാവിലൂടെ സ്ഥാപന, വിഷ്ണുപുരിയുടെ അതായത് സ്വർഗത്തിൻ്റെ പാലന പിന്നെ ചെയ്യും. നിങ്ങളുടെ ബുദ്ധിയിൽ വരണം, ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. ആ ഒന്ന് ഈ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. അത് പതീത പാവനാണ്. എന്താണോ ബാബയുടെ തൊഴിൽ അത് തന്നെയാണ് നിങ്ങളുടേത്. നിങ്ങളും പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നു. ലോകത്തിൽ ഒരു അച്ഛന് 3-4 കുട്ടികൾ കാണും. ചില കുട്ടികൾ വളരെ നല്ല ഉയരത്തിൽ കയറിയവരായിരിക്കും, ചിലർ തീർത്തും താഴെയായിരിക്കും. ഇവിടെ നിങ്ങളെ ബാബ ഒരേ ഒരു തൊഴിൽ പഠിപ്പിക്കുന്നു. നിങ്ങൾ പതീതരെ പാവനമാക്കൂ. സർവർക്കും ഈ ലക്ഷ്യം നൽകൂ. ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. ഗീതയിൽ കൃഷ്ണ ഭഗവാൻ വാച എന്ന തലകീഴായി എഴുതിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഭഗവാൻ നിരാകാരനാണ്, പുനർജന്മരഹിതനാണ്. തെറ്റ് ഇതിൻ്റേതാണ്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ കൃഷ്ണപുരിയുടെ അധികാരി ആയിക്കൊണ്ടിരിക്കുന്നു. ചിലർ രാജധാനിയിൽ വരുന്നു, ചിലർ പ്രജയിൽ. കൃഷ്ണപുരി എന്നാണ് പറയുന്നത്. കാരണം കൃഷ്ണൻ എല്ലാവർക്കും വളരെ പ്രിയമാണ്. കുട്ടികൾ പ്രിയമായി തോന്നുന്നുവല്ലോ. കുട്ടികൾക്കും മാതാപിതാക്കളോട് സ്നേഹമുണ്ടാകുന്നു.
സ്നേഹം മുഴുവൻ ചിതറിപ്പോകുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ സ്വയം ശരീരമാണ് എന്ന് മനസ്സിലാക്കരുത്. അടിക്കടി സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. ആത്മാഭിമാനിയാകൂ. ബാബയും നിരാകാരമാണ്. ഇവിടെയും ശരീരം സ്വീകരിക്കേണ്ടി വരുന്നു മനസ്സിലാക്കിച്ചു തരുന്നതിനായി. ശരീരമില്ലാതെ മനസ്സിലാക്കിക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്കും തൻ്റേതായ ശരീരമുണ്ട്. ബാബ പിന്നെ ലോണായി സ്വീകരിക്കുന്നു. ബാക്കി ഇതിൽ പ്രേരണയുടെയോ മറ്റോ കാര്യമില്ല. ബാബ സ്വയം പറയുന്നു, ഞാൻ ഈ ശരീരം ധാരണ ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു. കാരണം നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ തമോ പ്രധാനം ആയിരിക്കുന്നു. അതിനെ സദോ പ്രധാനം ആക്കേണ്ടതുണ്ട്. പതീത പാവന വരൂ എന്ന് പാടുന്നുമുണ്ട്. പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ബാബ എങ്ങനെയാണ് വന്ന് പാവനമാക്കുന്നത്. ഇതും നിങ്ങൾക്കറിയാം. സത്യയുഗത്തിൽ കേവലം നമ്മുടെ തന്നെ ചെറിയ വൃക്ഷമാണ്. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. ബാക്കി ഇത്രയും ഖണ്ഡമുണ്ട്. അതിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരിക്കില്ല. ഭാരതഖണ്ഡം തന്നെയാണ് സ്വർഗമാകുന്നത്. പരംപിത പരമാത്മാവ് തന്നെ വന്ന് ഹെവൻ സ്ഥാപിക്കുന്നു. ഇപ്പോൾ ഹെല്ലാണ്. പ്രാചീനം ഭാരതഖണ്ഡം തന്നെയാണ്. അവിടെ ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. ഇപ്പോഴില്ല. അവരുടെ ഈ ക്ഷേത്രമുണ്ട്, ചിത്രമുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ തന്നെ കാര്യമായി. ഭാരതം സ്വർഗമായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ അധികാരിയായിരുന്നു. മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല എന്നത് ഒരു ഭാരതവാസിയുടെയും ബുദ്ധിയിൽ വരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മം വന്നു കഴിഞ്ഞു. ഭാരതവാസികൾ ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവും ആയിരിക്കുന്നു. കൃഷ്ണനെ ശ്യാമസുന്ദരം എന്ന് പറയുന്നു. പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും കൃഷ്ണൻ വെളുപ്പായിരുന്നല്ലോ. കൃഷ്ണനെ സർപ്പം ദംശിച്ചു, അപ്പോൾ കറുത്തുപോയി എന്ന് പറയുന്നു. കൃഷ്ണനാണെങ്കിൽ സത്യയുഗത്തിലെ പ്രിൻസ് ആയിരുന്നു. എങ്ങനെയാണ് കറുത്തുപോയത്? ഇപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. കൃഷ്ണന്റെ മാതാപിതാക്കളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളെക്കാൾ ഉത്തമമായി ശ്രീകൃഷ്ണൻ പാടപ്പെട്ടിരിക്കുന്നു. മാതാപിതാക്കൾക്ക് പേരൊന്നുമില്ല. അല്ലെങ്കിൽ ഏത് മാതാപിതാക്കളാണോ ഇങ്ങനെയുള്ള കുട്ടിയെ ജനിപ്പിച്ചിട്ടുണ്ടാവുക, ആ മാതാപിതാവിനും പേര് വരേണ്ടതാണ്. പക്ഷേ അല്ല, മഹിമ മുഴുവൻ രാധാകൃഷ്ണൻ്റേതാണ്. മാതാപിതാവിന് ഒന്നുമില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. ജ്ഞാനമാണ് പകൽ, ഭക്തിയാണ് രാത്രി. അന്ധകാരമുള്ള രാത്രിയിൽ കാൽ തട്ടി വീണുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. വീട്ടിലിരുന്നു കൊള്ളൂ, ഈ സർവീസും ചെയ്തുകൊണ്ടിരിക്കൂ. ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കൂ. നിങ്ങൾ ഒരു പ്രിയതമൻ്റെ അരക്കൽപ്പത്തെ പ്രിയതമകളാണ്. ഭക്തി മാർഗത്തിൽ എല്ലാവരും ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. അപ്പോൾ പ്രിയതമ ആയല്ലോ. പക്ഷേ പ്രിയതമനെ പൂർണ്ണമായും അറിയുന്നില്ല. വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. ഹേ പ്രിയതമ, നീ എപ്പോഴാണ് വരുന്നത്? നമ്മൾ കേവലം അങ്ങേ തന്നെ ഓർമ്മിക്കും. എല്ലാത്തിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തി അങ്ങയുടെ കൂടെ യോജിപ്പിക്കും. ഇങ്ങനെ പാടുമായിരുന്നല്ലോ. എന്നാൽ ബാബയിൽ നിന്നും നമുക്ക് എന്ത് സമ്പത്താണ് ലഭിക്കുന്നത്? ഇതാർക്കും അറിയില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ദേഹി അഭിമാനിയാകൂ. ബാബയെ ഓർമ്മിക്കുക എന്നത് കുട്ടികളായ നിങ്ങളുടെ ആദ്യത്തെ കടമയാണ്. ആൺകുട്ടി എപ്പോഴും പിതാവിനെയും പെൺകുട്ടി മാതാവിനെയും ഓർമ്മിക്കുന്നു. സമാനരാണല്ലോ. ഞാൻ പിതാവിൻ്റെ അവകാശിയാകും എന്ന് ആൺകുട്ടി മനസ്സിലാക്കും. പെൺകുട്ടി പറയുകയില്ല. പെൺകുട്ടി മനസ്സിലാക്കുന്നത്, എനിക്ക് പിതാവിൻ്റെ വീട്ടിൽ നിന്നും അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ നിരാകാരവും സാകാരവും പിതൃഗ്രഹമാണ്. വിളിക്കുന്നുമുണ്ട്, ഹേ പരംപിത പരമാത്മാ,
ദയ കാണിക്കൂ, ദുഃഖം ഹരിക്കൂ, സുഖം നൽകൂ, നമ്മളെ ലിബറേറ്റ് ചെയ്യൂ, നമ്മുടെ ഗൈഡാകൂ. പക്ഷേ അതിൻ്റെ അർത്ഥം വലിയ വലിയ വിദ്വാനോ ആചാര്യനോ പോലും അറിയുന്നില്ല. ബാബയാണെങ്കിൽ സർവരുടെയും ലിബറേറ്ററാണ്. ആ ഒന്ന് സർവരുടെയും മംഗളകാരിയാണ്. ബാക്കി അവർക്ക് സ്വന്തം മംഗളം പോലും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ എങ്ങനെ ചെയ്യാനാണ്? ഇവിടെ ബാബ പറയുന്നു, ഞാൻ ഗുപ്തമായി വരുന്നു. ഖുദാ ദോസ്തിൻ്റെ, അതായത് ഈശ്വരനാകുന്ന കൂട്ടുകാരൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് കലിയുഗത്തിൻ്റെയും സത്യയുഗത്തിൻ്റെയും മധ്യത്തിലുള്ള സേതുവാണ്, അതായത് പാലമാണ്. അതിനെ മറികടന്ന് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈശ്വരൻ പിതാവാണ്, കൂട്ടുകാരനുമാണ്. മാതാവിൻ്റെ, പിതാവിൻ്റെ, ശിക്ഷകൻ്റെ പാട്ടും അഭിനയിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് സാക്ഷാത്കാരമുണ്ടാകുന്നു. അപ്പോൾ ഇന്ദ്രജാലമാണ് എന്ന് പറയുന്നു. സാക്ഷാത്കാരമാണെങ്കിൽ നൗദാ ഭക്തി ചെയ്യുന്നവർക്കും ഉണ്ടാകുന്നു. വളരെ തീവ്രമായ ഭക്തരുണ്ട്. ദർശനം നൽകൂ, ഇല്ലെങ്കിൽ നമ്മൾ കഴുത്ത് മുറിക്കും. അപ്പോൾ സാക്ഷാത്കാരം ഉണ്ടാക്കുന്നു. അതിനെ നൗദാ ഭക്തി എന്ന് പറയുന്നു. ഇവിടെ നൗദാ ഭക്തിയുടെ കാര്യമില്ല. വീട്ടിലിരിക്കുമ്പോഴും വളരെ പേർക്ക് സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദിവ്യദൃഷ്ടിയുടെ താക്കോൽ എൻ്റെ അടുക്കലുണ്ട്. അർജുനനും ഞാൻ ദിവ്യദൃഷ്ടി നൽകിയല്ലോ. ഈ വിനാശത്തെ നോക്കൂ, തൻ്റെ രാജ്യത്തെ നോക്കൂ. ഇപ്പോൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ ഇതാകും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു വിഷ്ണു ആരാണ്. ക്ഷേത്രം ഉണ്ടാക്കുന്നവർ സ്വയം അറിയുന്നില്ല. വിഷ്ണുവിലൂടെ പാലന. 4 കൈകളുടെ അർത്ഥം തന്നെ 2 കൈകൾ മെയിലിൻ്റെയും 2 ഫീമെയിലിൻ്റെയും എന്നാണ്. വിഷ്ണുവിൻ്റെ 2 രൂപം ലക്ഷ്മി നാരായണനാണ്. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. ആരുടെയും ജ്ഞാനമില്ല. ശിവബാബയുടെയും ഇല്ല, വിഷ്ണുവിൻ്റെയും ഇല്ല. ആദ്യം ബാബയുടെ ആകർഷണമുണ്ടായിരുന്നു. വളരെ പേർ വരുമായിരുന്നു. ആരംഭത്തിൽ മുഴുവൻ അങ്കണവും നിറയുമായിരുന്നു. ജഡ്ജ്, മജിസ്ട്രേറ്റ് എല്ലാവരും വരുമായിരുന്നു. പിന്നെ വികാരത്തിൻ്റെ കാര്യത്തിലുള്ള വഴക്കുകൾ ആരംഭിച്ചു. ഇങ്ങനെ പറയുവാൻ തുടങ്ങി, കുട്ടികൾ ജനിക്കാതിരുന്നാൽ സൃഷ്ടി എങ്ങനെ നടക്കും? ഇതാണെങ്കിൽ സൃഷ്ടി വർദ്ധിക്കാനുള്ള നിയമമാണ്. ഗീതയുടെ കാര്യം തന്നെ മറന്നുപോയി. ഭഗവാൻ ഉവാച, കാമം മഹാശത്രുവാണ്, അതിൻ്റെ മേൽ ജയം നേടണം. പറയുവാൻ തുടങ്ങി, സ്ത്രീ പുരുഷന്മാർ 2 പേരും ഒരുമിച്ച് വന്നാൽ അവർക്ക് ജ്ഞാനം നൽകും, ഒരാൾക്കായി നൽകരുത് എന്ന്. ഇപ്പോൾ 2 പേരും വരികയാണെങ്കിൽ കൊടുക്കാമല്ലോ. നോക്കൂ, 2 പേർക്കും ഒരുമിച്ച് നൽകുകയും ചെയ്യുന്നു. എങ്കിൽ പോലും ചിലർ ജ്ഞാനം എടുക്കുന്നു, ചിലർ എടുക്കുന്നില്ല. ഭാഗ്യത്തിലില്ല എങ്കിൽ എന്തു ചെയ്യുവാൻ സാധിക്കും? ഒരാൾ ഹംസം, ഒരാൾ കൊക്കായി മാറുന്നു. ഇവിടെ നിങ്ങൾ ബ്രാഹ്മണർ ദേവതമാരെക്കാൾ ഉത്തമമാണ്. നമ്മൾ ഈശ്വരീയ സന്താനമാണ്, ശിവബാബയുടെ കുട്ടികളാണ് എന്നത് അറിയുന്നു. അവിടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. എപ്പോഴാണോ നിരാകാരി ലോകത്തിൽ മുക്തിധാമത്തിൽ ആയിരിക്കുന്നത്, അപ്പോൾ ഈ ജ്ഞാനം ഉണ്ടായിരിക്കില്ല. ഈ ജ്ഞാനം ശരീരത്തിനോടൊപ്പം തന്നെ ഇല്ലാതാകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. ഒരു ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കളി പൂർത്തിയാകുന്നു. എല്ലാ ആക്ടേഴ്സും ഹാജരാണ്. ബാബയും വന്നിരിക്കുന്നു. അവശേഷിക്കുന്ന ആത്മാക്കളും വന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ എല്ലാവരും വന്നു ചേരുന്നത്, അപ്പോൾ വിനാശമുണ്ടാകും. പിന്നെ സർവരെയും ബാബ കൂടെ കൊണ്ടുപോകും. സർവർക്കും പോകേണ്ടതുണ്ട്. ഈ പതീത ലോകത്തിൻ്റെ വിനാശം ഉണ്ടാകേണ്ടതുണ്ട്. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പതീതത്തിൽ നിന്നും പാവനമാക്കുക
എന്ന ഏതൊരു തൊഴിലാണോ ബാബയുടേത് അതേ തൊഴിൽ ചെയ്യണം. സർവർക്കും ലക്ഷ്യം നൽകണം. ബാബയെ ഓർമ്മിക്കൂ, പാവനമാകൂ. ഈ ബ്രാഹ്മണ ജീവിതം ദേവതമാരുടേതിനേക്കാൾ ഉത്തമ ജീവിതമാണ്. ഈ ലഹരിയിലിരിക്കണം. ബുദ്ധിയുടെ യോഗം എല്ലാത്തിൽ നിന്നും വേർപെടുത്തി ഒരു പ്രിയതമനെ ഓർമ്മിക്കണം. വരദാനം: ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയിലൂടെ സേവനത്തിൽ സഫലത പ്രാപ്തമാക്കുന്ന സ്നേഹിയും സഹയോഗിയുമായി ഭവിക്കട്ടെ. ഏതുപോലെ തുടക്കത്തിൽ നോളജിൻ്റെ ശക്തി കുറവായിരുന്നു, എന്നാൽ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആധാരത്തിൽ സഫലത ലഭിച്ചു. ബുദ്ധിയിൽ ദിനരാത്രം ബാബയുടെയും യജ്ഞത്തിൻ്റെയും നേർക്കായിരുന്നു താൽപ്പര്യം ഉണ്ടായിരുന്നത്. ബാബയും യജ്ഞവും എന്നത് ഉള്ളിൻ്റെ ആഴത്തിൽ നിന്നും വരുമായിരുന്നു. ഈ സ്നേഹം സർവരെയും സഹയോഗത്തിൽ കൊണ്ടുവന്നു. ഈ ശക്തിയിലൂടെയാണ് കേന്ദ്രങ്ങൾ ഉണ്ടായത്. സാകാര സ്നേഹത്തിലൂടെ തന്നെയാണ് മന്മനാഭവ ആയത്. സാകാര സ്നേഹം തന്നെയാണ് സഹയോഗി ആക്കിയത്. ഇപ്പോഴും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയിലൂടെ ചുറ്റി വളയൂ, അപ്പോൾ സഫലത ലഭിക്കും. സ്ലോഗൻ: ഫരിഷ്ത ആകണമെങ്കിൽ വ്യർത്ഥ വാക്കുകളിൽ നിന്നും, ഡിസ്റ്റർബ് ചെയ്യുന്ന വാക്കുകളിൽ നിന്നും മുക്തമാകൂ. അവ്യക്ത സൂചന: സദാ അചഞ്ചലവും ആടാത്തതും ഏകരസവുമായ സ്ഥിതി അനുഭവിക്കൂ. ഏതൊരു കാര്യം ഉണ്ടായാലും, പ്രകൃതിയുടേതായാലും വ്യക്തിയുടേതായാലും, രണ്ടിനും അചഞ്ചല സ്ഥിതിയുടെ ആസനത്തെ അല്പം പോലും കുലുക്കുവാൻ സാധിക്കരുത്. ഇത്രയും ഉറച്ചവരാണല്ലോ. ഏതുപോലെ നോക്കൂ, ശരീരത്തിന് ആസനത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ചഞ്ചലത ഉണ്ടാക്കുമല്ലോ. അതേപോലെ മനസ്സ് ചഞ്ചലമാക്കുന്നില്ലല്ലോ. സദാ അചഞ്ചലവും ആടാത്തതും, അല്പം പോലും ചഞ്ചലത ഉണ്ടാകരുത്. അഥവാ ചിലപ്പോൾ ചഞ്ചലതയും ചിലപ്പോൾ അചഞ്ചലവും ആണെങ്കിൽ സിംഹാസനവും ചിലപ്പോൾ ലഭിക്കും, ചിലപ്പോൾ ലഭിക്കുകയില്ല. ഓം ശാന്തി. ഓം ശാന്തി. സാകാര സ്മൃതികൾക്ക് ഉപരിയായി ഞാൻ എൻ്റെ വാസ്തവിക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന നിരാകാരി ആത്മസ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എൻ്റെ ഈ അനാദി വാസ്തവിക സ്വരൂപത്തിൽ ശാന്തിയുടെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശക്തി സമ്പന്നമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഇപ്പോൾ ഞാൻ സ്മൃതിയുടെ ശക്തിയാൽ ശബ്ദത്തിൻ്റെ ലോകത്ത് നിന്നും മാറി നിരാകാരി ദേശ നിവാസിയാകുന്നു. ഈ
നിരാകാരി ദേശത്തിൽ നിരാകാരനായ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ തേജസ്വി സ്വരൂപത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. മഹാജ്യോതിയായ ജ്ഞാന സൂര്യനിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കിരണങ്ങൾ എന്നിൽ ഉൾക്കൊള്ളപ്പെടുമ്പോൾ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ സർവ ഗുണങ്ങളും ശക്തികളും സ്വതവേ എമർജ് രൂപത്തിൽ ആകുന്നു. ഈ ശക്തിശാലി നിരാകാരി സ്ഥിതിയിൽ ഞാൻ നിർഭയമാണ്, നിർവികൽപ്പമാണ്. ലൈറ്റ് ഹൗസ്, പവർ ഹൗസ് സ്വരൂപമാണ്. ഈ അവസ്ഥയിൽ എൻ്റെ മനസ്സും ബുദ്ധിയും സ്വച്ഛവും സ്പഷ്ടവുമാണ്. മായയുടെ സൂക്ഷ്മ റോയൽ വിഘ്നങ്ങളെ പോലും തിരിച്ചറിഞ്ഞ് അവയെ സമാപ്തമാക്കാനുള്ള ശക്തി എനിക്കുണ്ട്. ജ്ഞാന സൂര്യൻ്റെ പ്രകാശ കിരണങ്ങൾ എൻ്റെ ചിത്തത്തെ പ്രകാശമാനമാക്കുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി മാറുന്നു. ഈ സമ്പന്ന സ്ഥിതി പ്രാപ്തമാക്കി ശബ്ദത്തിൻ്റെ ലോകത്തിൽ സാകാര ദേഹത്തിൽ സ്മൃതി സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഓം ശാന്തി.